കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില മണ്ഡലങ്ങൾ കാണാം. അവ വെറും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ തന്നെ ഒരു ഹൃദയമിടിപ്പാണ്. അങ്ങനെയൊരിടമാണ് അരൂർ. എന്റെ പേര് മേഘ ഗോവർദ്ധൻ റെഡ്ഡി. ഞാനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും ഇക്കണോമിസ്റ്റുമാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ പാർട്ടിയെയോ അല്ല വിശകലനം ചെയ്യാൻ പോകുന്നത്. അല്ല, പകരം ഡേറ്റ ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിലൂടെ എങ്ങനെ മികച്ച ഭരണം കാഴ്ചവെക്കാമെന്ന് കണ്ടെത്താനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ എവിടെയാണ് ഈ അരൂർ? ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ശരിയാണ്, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നുമാത്രമാണിത്. പക്ഷേ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. അരൂരിലെ ജനവിധി അത് വെറുമൊരു പ്രാദേശിക കാര്യമല്ല. പലപ്പോഴും അത് കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചുള്ളൊരു സൂചന കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടം ഇത്രയധികം ശ്രദ്ധ നേടുന്നതും. ഇനി നമുക്കൊരു സംഖ്യയിലേക്ക് വരാം. വെറുമൊരു സംഖ്യയല്ല ഇത്. 7013, 7013. എന്താണിത്? ഇതാണ് 2021 തിരഞ്ഞെടുപ്പിൽ അരൂരിലെ ജയവും തോൽവിയും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം. ഒന്നാലോചിച്ചു നോക്കൂ. 1.5 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ഇത്ര ചെറിയൊരു മാർജിൻ. അതിനർത്ഥമെന്താണ്? ഓരോ വോട്ടും, അതെ, ഓരോ വോട്ടും ഇവിടെ നിർണായകമാണ്. അതുകൊണ്ടുതന്നെയാണ് അരൂരിലെ പോരാട്ടത്തെ നമ്മളൊരു വാൾത്തലപ്പിലെ പോരാട്ടം എന്ന് പറയുന്നത്. ശരിക്കും ഒരു റേസേഴ്സ് എഡ്ജ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മണ്ഡലം എപ്പോഴും ഇത്രയധികം പ്രവചനാതീതമായിരിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ കുറച്ച് ആഴത്തിൽ കടക്കുന്നുണ്ട്. അവിടുത്തെ ഭൂമിശാസ്ത്രത്തിലും ജനങ്ങളുടെ ജീവിതത്തിലും. നമുക്കൊന്ന് നോക്കാം. അരൂരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു ഭാഗത്ത് കായലും കടലും മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു വലിയ സമൂഹം. അതേസമയം മറുഭാഗത്തേക്ക് നോക്കിയാലോ, പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾ, കൃഷിയിൽ ജീവിതം കണ്ടെത്തുന്ന കർഷകർ. സ്വാഭാവികമായും ഒരു മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നങ്ങളല്ല ഒരു കർഷകന്റേത്. അപ്പോൾ ഈ രണ്ടു തരം ജീവിതങ്ങളെയും അവരുടെ പ്രതീക്ഷകളെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭരണപരമായ വെല്ലുവിളി. ശരി, അപ്പോ ഈ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ഈ വലിയ കണക്കുകളിൽ നിന്നൊക്കെ മാറി താഴോട്ട് സാധാരണ മനുഷ്യരുടെ അടുത്തേക്ക് വരാം. എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ? ദിവസവും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് അതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോ ഏതൊരു മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോഴും ആദ്യം വരുന്നത് അവിടുത്തെ ജനസംഖ്യയുടെ കണക്കാണ്, അല്ലേ? അരൂരിൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിങ്ങനെ വിവിധ സമുദായങ്ങളുണ്ട്. ശരിയാണ്, ഈ സംഖ്യകൾ രാഷ്ട്രീയക്കാർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ അരൂരിലെ യഥാർത്ഥ രാഷ്ട്രീയം അത് ഈ കണക്കുകൾക്കപ്പുറത്താണ്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരൂരിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ജാതിയോ മതമോ ഇല്ല. വിലക്കയറ്റം വരുമ്പോൾ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. റോഡ് മോശമായാൽ അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതാണിവിടുത്തെ യാഥാർത്ഥ്യം. അപ്പോൾ എന്തൊക്കെയാണ് ആ പൊതുവായ പ്രശ്നങ്ങൾ? ഒന്ന്, തീർച്ചയായും വിലക്കയറ്റം തന്നെ. പിന്നെ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ, അതോടൊപ്പം ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരുടെ പ്രതിസന്ധികൾ, അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ, പിന്നെ ക്ഷേമപദ്ധതികൾ പലതും കിട്ടുന്നുണ്ടാവാം, പക്ഷെ അതിലൊരു തരം മടുപ്പ് ജനങ്ങൾക്കിടയിൽ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അരിയുടെയും മീനിന്റെയും വില കൂടുമ്പോൾ അതെല്ലാ അടുക്കളയിലും ഒരുപോലെയാണ് പൊള്ളുന്നത്. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ നോക്കൂ, അരൂർ അമ്പലത്തിന് മുന്നിലെ റോഡിൽ ഒരു മഴ പെയ്താൽ മതി, മുട്ടറ്റം വെള്ളം കെട്ടിനിൽക്കും. പെരുമ്പളം, അറൂക്കുറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഒരു പുതിയ റേഷൻ കാർഡിന് അപേക്ഷിച്ചാൽ മാസങ്ങളാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. പനവള്ളിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇതെല്ലാം എന്താണ് കാണിക്കുന്നത്? ഭരണസംവിധാനത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയാണ്. ഇത് ജനങ്ങളിൽ ദേഷ്യവും നിരാശയും ഉണ്ടാക്കും. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നൊരു കാര്യമുണ്ട്: ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. ആ അന്തസ് ഉറപ്പാക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെയും സംവിധാനങ്ങളുടെയും അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുമ്പോഴാണ് ജനവികാരം എതിരാവുന്നത്. അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മളിവിടുത്തെ പ്രധാന രാഷ്ട്രീയ ശക്തികളെ വിലയിരുത്തണം. ഈ ജനങ്ങളുടെ അതൃപ്തിയെ ആരാണൊരു അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും വ്യക്തിപരമായൊരു താരതമ്യമല്ല, മറിച്ച് ജനവികാരം ആരുടെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാനുള്ളൊരു ശ്രമം മാത്രമാണ്. ഇവിടെയാണ് അരൂരിലെ മത്സരം ശരിക്കും രസകരമാകുന്നത്. കാരണം 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള സ്ഥാനാർത്ഥികളാണ്. ഒരു വശത്ത് സിറ്റിംഗ് MLA CPMന്റെ ദിലീമ, എല്ലാവർക്കും അറിയാവുന്നൊരു ഗായിക, രാഷ്ട്രീയത്തിൽ ഒരു പുതുമുഖം. മറുവശത്ത് കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാൻ, വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയസമ്പത്തുള്ള മുൻപ് MLA ആയിരുന്നൊരു നേതാവ്. അപ്പോൾ ഇത് ശരിക്കും പുതുമയും പരിചയസമ്പത്തും തമ്മിലുള്ളൊരു പോരാട്ടമാണ്.
ഇപ്പോൾ സിറ്റിംഗ് MLA എന്ന നിലയിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെറിയ ഭൂരിപക്ഷം അതെപ്പോഴും ഒരു ഭീഷണിയാണ്. പിന്നെ ഭരണപരിചയമില്ലായ്മ ഒരു പോരായ്മയായി എതിരാളികൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അരൂർ കുമ്പളങ്കി പാലം പോലുള്ള വലിയ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നത് ജനങ്ങളുടെ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ സ്വാഭാവികമായുണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരവും അതും ഒരു ഘടകമാണ്. ഇവിടെയാണ് എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു അവസരം തുറന്നു കിട്ടുന്നത്. ഈ വെല്ലുവിളികളെ കൃത്യമായി മുതലെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളതിനെ വിളിക്കുന്നൊരു വാക്കുണ്ട്: സ്ലീപ്പർ ഗ്രൂപ്പുകൾ. ആരാണിവർ? ഇവർ സാധാരണയായി ഒരു രാഷ്ട്രീയ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നവരായിരിക്കാം, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതൃപ്തരാണ്. ശരിയായ സന്ദേശം നൽകിയാൽ അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാൻ കഴിയും. അവരാണ് കളിയുടെ ഗതി മാറ്റാൻ പോകുന്നവർ. അപ്പോ അരൂരിലെ ഈ സ്ലീപ്പർ ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? ഞങ്ങളുടെ വിശകലനത്തിൽ 4 പ്രധാന വിഭാഗങ്ങളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി, കഴിഞ്ഞ തവണ BDJS BJP സഖ്യത്തിന് വോട്ട് ചെയ്ത ഏകദേശം 10.6% വോട്ടർമാർ. രണ്ടാമത്, നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ഒരു ജോലിക്ക് വേണ്ടി അലയുന്ന ചെറുപ്പക്കാർ. മൂന്നാമത്, ഇടതുപക്ഷ അനുഭാവികൾ തന്നെ, പക്ഷേ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തരല്ലാത്തവർ. നാലാമതായി, ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു മടങ്ങിവന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രവാസികൾ. ഈ 4 വിഭാഗങ്ങളുടെയും മനസ്സ് ആർക്ക് നേടാൻ കഴിയുന്നോ അവർ അരൂരിൽ വിജയിക്കും. അത്രയും ലളിതമാണ് കാര്യം. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ ഡേറ്റയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു വിജയതന്ത്രം രൂപപ്പെടുത്താൻ കഴിയുക? ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ള ഉപദേശമല്ല, മറിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ എങ്ങനെയൊരു പ്രവർത്തന പദ്ധതിയാക്കി മാറ്റാം എന്നതിൻ്റെ ഒരു മാതൃകയാണ്. ഞങ്ങൾ ഇതിനൊരു പേരിട്ട് വിളിക്കാറുണ്ട്: ചതുർമുഖതന്ത്രം. അതായത് 4 മുഖങ്ങളുള്ള ഒരു സ്ട്രാറ്റജി. എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരേ സമയം പലതരം വോട്ടർമാരോട്, അവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളോടും സംസാരിക്കാൻ കഴിയുന്ന ഒരു രീതി. സാഹചര്യത്തിനനുസരിച്ച് മാറാനും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സമീപനം. അതിന് 4 മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശിവൻ, അതായത് അഗ്രഷൻ. എതിരാളിയുടെ വീഴ്ചകളും പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും ശക്തമായി തുറന്നുകാട്ടുക. രണ്ടാമത്തേത് വിഷ്ണു, സ്റ്റെബിലിറ്റി. അതായത് ഞങ്ങളുണ്ടെങ്കിൽ സുസ്ഥിരമായ പരിചയസമ്പന്നമായ ഒരു ഭരണം നൽകുമെന്ന് ഉറപ്പു നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവ്, ഇന്നോവേഷൻ. യുവാക്കൾക്കായി പുതിയ തൊഴിലവസരങ്ങൾ, മെച്ചപ്പെട്ട സർക്കാർ സേവനങ്ങൾ, ഇതിനൊക്കെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തേത് ദുർഗ, പ്രൊട്ടക്ഷൻ. ജനങ്ങളുടെ അവകാശങ്ങൾക്കും സാമൂഹിക സൗഹാർദ്ദത്തിനും വേണ്ടി ഞങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് ബോധ്യപ്പെടുത്തുക. ഈ 4 ഘടകങ്ങളും കൃത്യമായ അളവിൽ ചേരുമ്പോഴാണ് അതൊരു വിജയ ഫോർമുലയായി മാറുന്നത്. പക്ഷേ ഈ തന്ത്രങ്ങൾ മാത്രം പോരല്ലോ. ജനങ്ങൾക്ക് വേണ്ടത് വെറും വാക്കുകളല്ല, പരിഹാരങ്ങളാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലുന്ന ചില വാഗ്ദാനങ്ങൾ വേണം. ഉദാഹരണത്തിന്, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ആ അരൂർ കുമ്പളങ്ങി പാലം ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകുക. മണ്ഡലത്തിലെ ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കാനായി ഒരു മിഷൻ പ്രഖ്യാപിക്കുക. തുറവൂരിലൊരു പുതിയ വ്യവസായ മേഖല തുടങ്ങി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുക. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ജനങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ വരുന്നത്. അപ്പം നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇതിൻ്റെ എല്ലാം കാതലെന്താണ്? ഡേറ്റ. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോ വോട്ടറുടെയും വിവരങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിക്കുമ്പോൾ അതവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ആ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന ഉറപ്പിലുമായിരിക്കണം. ഇന്ത്യയുടെ പുതിയ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ഇക്കാര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുത്ത് ജയിക്കാനുള്ള ഒരു തന്ത്രം മാത്രമല്ല, മറിച്ച് ഓരോ പൗരന്റെയും സ്വകാര്യതയെയും അന്തസ്സിനെയും മാനിക്കുന്ന ഒരു ഭരണരീതിയുടെ അടിത്തറയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമീപനത്തെ ഡേറ്റയിൽ നിന്ന് വിജയത്തിലേക്ക് എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വിജയം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലം തിരഞ്ഞെടുപ്പിലെ ജയം മാത്രമല്ല. യഥാർത്ഥ വിജയം അത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുമ്പോഴാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോഴാണ്. ഡേറ്റ ഒരു വഴികാട്ടി മാത്രമാണ്. ആ വഴിയിലൂടെ ജനങ്ങൾക്കു വേണ്ടി നടക്കേണ്ടത് അവരുടെ പ്രതിനിധികളാണ്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം: ഇത്രയധികം വിവരങ്ങളും തിരിച്ചറിവുമുള്ള ഇന്നത്തെ വോട്ടർമാരുടെ മുന്നിൽ എന്തായിരിക്കും കൂടുതൽ പ്രധാനം? കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങളോ അതോ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ വാഗ്ദാനമോ? അരൂരിലെ മണ്ണ് തന്നെ വൈകാതെ ഇതിനൊരു ഉത്തരം നൽകും. ആ ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. blueprintstrategies.ai എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതുക. അതുമല്ലെങ്കിൽ 08042041602 എന്ന നമ്പറിൽ വിളിക്കാം. ഓർക്കുക, രാഷ്ട്രീയം അധികാരത്തിനപ്പുറമുള്ള ഒരു ലക്ഷ്യമാണ്.